ഒന്നാം പിണറായി വിജയൻ സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ ആവിഷ്കരിക്കുകയും 2019 ഫെബ്രുവരിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്ത മാസ്റ്റർ പ്ലാന്റെ നിർവഹണം വൈകുന്നത് സംബന്ധിച്ചാണ് ഈ സബ്മിഷൻ സർ. ഇതേ വിഷയത്തിൽ 2021 ഒക്ടോബർ 27 ഞാൻ ഇതേ സഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി നൽകുകയും അടിയന്തര യോഗം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പദ്ധതി ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. തറക്കല്ലിട്ട് 5 വർഷം തികയുമ്പോൾ മൊത്തം പദ്ധതിയുടെ 10% പോലും പൂർത്തിയായിട്ടുണ്ടോ എന്ന സംശയമാണ്. പദ്ധതിയുടെ SPVക്കോ മെഡിക്കൽ കോളേജ് അധികൃതർക്കോ ഈ പദ്ധതി പൂർത്തിയാക്കണമെന്ന് ഒരു താല്പര്യവുമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തു ചോദിച്ചാലും മെയിൽ അയച്ചിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നുള്ള സ്ഥിരം പല്ലവിയല്ലാതെ ആത്മാർത്ഥമായ ഇടപെടൽ ഇരുകൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. തടസ്സങ്ങളുണ്ടാകുമ്പോൾ അവ മാറ്റുന്നതിന് ജനപ്രതിനിധികളെ സമീപിക്കുന്ന കീഴ്വഴക്കമൊന്നും അവർക്കറിയില്ല. ഏതെങ്കിലും ഫയൽ എവിടെയെങ്കിലും കുരുങ്ങിയാൽ അത് കാലങ്ങളോളം അവിടെ കിടക്കും. കുരുക്കഴിക്കാനുള്ള ഫോളോ അപ്പ് ഒന്നുമില്ല. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് പദ്ധതിയുടെ 50% പൂർത്തിയാക്കണമെന്നെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ എല്ലാ മാസവുമുള്ള ഒരു അവലോകനം നടക്കണം, ശക്തമായിട്ട് ഇടപെടലുണ്ടാകണം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ. യെസ് മിനിസ്റ്റർ. സർ, എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പറഞ്ഞോളട്ടെ. നേരത്തെയുള്ള സച്ചിൻ ദേവിന്റെ ചോദ്യത്തിന് ഉത്തരം ടേബിൾ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് സർ ബഹുമാന്യനായ അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം 717 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന് ഭരണാനുമതി ലഭിച്ചത് സർ. പക്ഷേ പിന്നീട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. ഈ 717 കോടി രൂപയുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഫ്ലൈ ഓവർ അവിടെ നിർമ്മിക്കുകയും റോഡ് നിർമ്മാണം നടത്തുകയും ചെയ്തു. അതായിരുന്നു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിർമ്മിച്ച കാര്യം. അത് പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സർ. അതുകൂടാതെ സർ, MLT ബ്ലോക്ക് അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുവാദം ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പലതവണ ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അവസാനം ഇതിന്റെ അനുമതി ലഭിച്ചു. MLT ബ്ലോക്ക് 194 കോടി രൂപയ്ക്ക് അതിന് ധനാനുമതി ഈ സർക്കാരിന്റെ കാലത്ത് ലഭ്യമാക്കി. അതുകൂടാതെ സർ, അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന് അനുവാദം നൽകി. ആ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അത് എടുത്തിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 10% പൂർത്തിയായിട്ടുണ്ട്. ഇതുകൂടാതെ സർ, സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ഇതും ഇതുപോലെയാണ് സർ. ഇത് സംബന്ധിച്ചിട്ടുള്ള ഭരണാനുമതികൾ നേരത്തെ നൽകിയിരുന്നുവെങ്കിലും ഇതിന്റെ ധനാനുമതി, സാങ്കേതിക അനുമതികൾ ഈ കാലഘട്ടത്തിൽ ലഭ്യമാക്കി. ഓരോ മാസവും അതിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടാണ് സർ മുന്നോട്ട് പോകുന്നത്. ഇത് ബാക്കി പ്രവർത്തികൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ളവയുടെ ധനാനുമതി 2023 ഡിസംബർ മാസത്തിൽ അതിന്റെ ധനാനുമതിക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് സർ. എന്നാൽ ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം മൂലം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി ആർജിക്കുന്ന സവിശേഷമെന്ന് വിശേഷിപ്പിച്ചുകൂടാ പ്രത്യേകമായിട്ടുള്ള അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചത് ഇതിനെ സൈലന്റ് പാൻഡമിക് എന്നാണ്, നിശബ്ദമായിട്ടുള്ള മഹാമാരി. ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ലോകത്ത് 1 കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണപ്പെടും എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. സാർ, ഇന്നലെ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഇന്നലെയല്ല ജനുവരി മാസത്തിൽ വോളിയം 23 അവർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലേഖനത്തിൽ കേരളത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർ അവരുടെ ലേഖനത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ ആരോഗ്യ മേഖല ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമായി കൂടി കരുതുകയാണ്. സാർ, ഇവിടെ പ്രതിപക്ഷം ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത, രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത, രാഷ്ട്രീയ ദർശനമില്ലാത്ത ഒരു പ്രതിപക്ഷമായി ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം അധപതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ നമ്മൾ ഇന്നിവിടെ കണ്ടത്. അത് മാത്രമല്ല സാർ, അത് വ്യാജന്മാരുടെയും കയ്യേറ്റക്കാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടായ്മയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് വസ്തുതകൾ ഒന്നുമില്ലാതെ സഭയെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു. നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നൂതനമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സാർ, ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ആശയം ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന ആശയം സംസ്ഥാന
സർക്കാർ കേരളം മുന്നോട്ട് വെക്കുന്നത് സർ. 2 ആശുപത്രികൾ, 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇതിനോടകം കക്കോടിയിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്ററുടെ മണ്ഡലത്തിലുള്ള കക്കോടിയിലേതാണ് രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ. നവംബർ മാസത്തിലാണ് ആ കുടുംബാരോഗ്യ കേന്ദ്രം ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറിയത്. 2 ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നെറ്റ്വർക്ക് രൂപീകരിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പിന് കീഴിൽ പ്രധാനമായി 6 തന്ത്രപ്രധാനമായിട്ടുള്ള മുൻഗണനകളാണുള്ളത്. ഒന്ന്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, ബോധവൽക്കരണവും ധാരണയും. സർ, ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ് കൺട്രോളർ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ കുറിപ്പടി ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ അമൃത് എന്ന പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. സർ, ഈ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 165 ചില്ലറ ഔഷധ വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വകുപ്പുതല നടപടികളുടെ ഭാഗമായി 91 സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും 5 ഔഷധ വിൽപ്പന ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി മാസം 6-ാം തീയതി പ്രത്യേകമായിട്ടൊരു ടോൾ ഫ്രീ നമ്പർ കൂടി പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു കാര്യം വളരെ കൃത്യമാണ് സാർ, ഓപ്പറേഷൻ അമൃതിലൂടെ പിടിക്കപ്പെടുന്ന ഓവർ ദ കൗണ്ടർ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടിയെടുക്കും. ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിൽ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. സർ, ബോധവൽക്കരണത്തിനൊപ്പം തന്നെ അറിവും തെളിവും എന്നുള്ളത്, അതായത് നോളജ് ആൻഡ് എവിഡൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് 11 ജില്ലകളിൽ ജില്ലാ AMR ലാബുകൾ ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി രോഗികൾക്ക് ഗുണകരമായ രീതിയിൽ കൾച്ചർ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും AMR സർവൈലൻസ് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അണുബാധ നിയന്ത്രണം, കേരളത്തിലെ വിവിധ തലത്തിലുള്ള സർക്കാർ ആശുപത്രികളിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായ പരിശീലനം നൽകി ആശുപത്രികളിൽ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. റാഷണൽ ആന്റിബയോട്ടിക് തെറാപ്പി, സർ, ആന്റിമൈക്രോബിയൽ ഉപയോഗം ശരിയായ രൂപത്തിലാണെന്ന് വരുത്തുന്നതിനായി ആശുപത്രികളിലെ ആന്റിബയോട്ടിക് ഉപയോഗം കൃത്യമായി മോണിറ്റർ ചെയ്ത് ആന്റിബയോട്ടിക് മെട്രിക്സ് മോണിറ്റർ ചെയ്യുക, വിവിധ തലത്തിലുള്ള ആശുപത്രി ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുക, ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനായി ആന്റിബയോട്ടിക് സ്റ്റുവാർഡ്ഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. സർ, റിസർച്ച് AMR സംബന്ധിച്ച ഗവേഷണങ്ങൾ മെഡിക്കൽ കോളേജുകൾ, ഹെൽത്ത് സർവീസ് തലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം കൊലാബറേഷൻ, സർ, ഏകാരോഗ്യ പദ്ധതിയുടെ ഭാഗം കൂടിയായി വിവിധ വകുപ്പുകൾ, IMA, IAP തുടങ്ങി വിവിധ സംഘടനകൾ, ഡ്രഗ്സ് കൺട്രോൾ എന്നിവരെല്ലാം ചേർന്നാണ് AMR-നെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിച്ച് വരുന്നത്. സർ, ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പ്രൗഡ് പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്ന പദ്ധതി ആരംഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആരംഭിച്ചു. പൈലറ്റ് പ്രോജക്റ്റായിട്ട് ആരംഭിച്ചു. അത് സംസ്ഥാനത്ത് 14 ജില്ലകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ സർ, നമ്മുടെ ലക്ഷ്യം 2024 സംസ്ഥാനത്തെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമല്ല, പ്രൈമറി ലെവൽ മാത്രമല്ല സർ, സെക്കൻഡറി ലെവലിലും ടെറിഷറി ലെവലിലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെയുള്ള തൃതീയ തലത്തിലുള്ള ആശുപത്രികൾ വളരെ മികച്ച പ്രവർത്തനമാണ് സർ ഈ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ലോകാരോഗ്യ സംഘടന ക്ലാസിഫൈ ചെയ്തതനുസരിച്ച് ആക്സസ്, വാച്ച് ആൻഡ് റിസർവ് എന്ന വിവിധ വിഭാഗങ്ങളിലായി ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. സർ, ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കൂടിയാണ് എല്ലാ ആശുപത്രികളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് വളരെ കൃത്യമായി ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സർ, ഇതിന്റെ ഒരു സർവൈലൻസ് നെറ്റ്വർക്ക് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. 40 ആശുപത്രികളെ ഈ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ളൂ. എന്നാൽ കൂടുതൽ ആശുപത്രികൾ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ ആശുപത്രികൾ ഇതിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ തെറ്റായ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് ഈ കാർഡ്സ് നെറ്റ്വർക്കിൽ വരാത്ത ആശുപത്രികളുടെ വിവരങ്ങൾ പുറത്ത് പ്രസിദ്ധീകരിക്കുന്നതിനാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. അങ്ങനെ കൂടുതൽ ആശുപത്രികളെ ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. സർ, കേരള AMR സർവൈലൻസ് നെറ്റ്വർക്കിൽ എല്ലാ ആശുപത്രിയെയും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എന്നാൽ അതിൽ ഇപ്പോഴും വളരെ നാമമാത്രമായ ആശുപത്രികൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്.
അവശേഷിക്കുന്ന ആശുപത്രികളെ കൂടി അതിൽ ഉൾപ്പെടുന്ന നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാവുകയും അതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യുമോ? സർ, Yes, Minister. തീർച്ചയായും ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്ട് 40ഓളം ആശുപത്രികളാണ് ഇതിലുള്ളത്. ഇതിന് പുറത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ആശുപത്രികൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ഒരു വിശ്വാസം ഇത് സംബന്ധിച്ച് ആശുപത്രികളുടെ ഒരു വിശ്വാസം ആർജിക്കേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ശരിയായ രീതിയിലാണ് ആന്റിബയോട്ടിക്കുകൾ അവിടെ ഉപയോഗിക്കുന്നത്, ശരിയായ മിതമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആശുപത്രികളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി IMA ഉൾപ്പെടെയുള്ള സഹായം തേടിയിട്ടുണ്ട്. IMA പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതിന് നൽകാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകളും ഇതിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് സർ. അപ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ആശുപത്രികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ടും പുറത്ത് നിൽക്കുന്ന ആശുപത്രികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിക് സ്പേസിൽ ആ ആശുപത്രികൾ ഏത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് അവയെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സർ നമ്മൾ നടത്തുന്നത്. ബാക്കി സർ ഇതിന്റെ